ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണേ. അതായത് നമുക്ക് പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ പല്ലുവേദനയും മോണവേദനയും ഒരു 5 മിനിറ്റ് കൊണ്ട് മാറ്റാൻ നോക്കാം. അതായത് പല്ലുവേദനയും മോണവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ മാറ്റാനുള്ള കുറച്ച് എളുപ്പ വഴികൾ, കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞു തരാം. എന്താണ് ഇതിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ച ദിവസം രാത്രി ഞാൻ കിടന്നു കഴിഞ്ഞപ്പം ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോക്ക് കൊച്ചിനിങ്ങനെ ഭയങ്കര പല്ലുവേദനയാണ് ഡോക്ടറെ, നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അപ്പോൾ തൽക്കാലം ഒന്ന് തിങ്കളാഴ്ച വരെ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ശനിയാഴ്ച രാത്രിയൊക്കെയാണ് നിങ്ങൾക്ക് പല്ലുവേദന വരുന്നത്, അല്ലെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് ഡെൻറ്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുവേദനയും മോണവേദനയും ആ ഒരു ദിവസത്തേക്ക്, അതായത് കുറച്ച് ദിവസത്തേക്ക് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എളുപ്പ വഴികൾ പറഞ്ഞുതരാം. അതിനർത്ഥം നിങ്ങൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട സാഹചര്യമാണ്, പല്ല് ഭയങ്കര പോടൊക്കെ ഉണ്ട് എങ്കിൽ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമോ കാര്യങ്ങളോ ഒന്നും അല്ല. ജസ്റ്റ് ഇതൊന്ന് കുറഞ്ഞ് കിട്ടി നമ്മളൊന്ന് ഓക്കെ ആയിട്ട് ഒരു 1-2 ദിവസത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ എളുപ്പ വഴികൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. ഇതിൽ ആദ്യത്തെ എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടാവും, ചെറിയ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ അമ്മമാരൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതായിരിക്കും. ഗ്രാമ്പു എടുക്കുക. ഒരു ഗ്രാമ്പു എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് പല്ലിനാണോ വേദന ആ പല്ലിൽ വെച്ചിട്ട് ഇത് കടിച്ചു പിടിക്കാം. ഇത് ഒരു 3 മിനിറ്റെല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ച് കഴിയുമ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പല്ലിൻ്റെ വേദന കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ആ വേദന കുറഞ്ഞ് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗ്രാമ്പൂവിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും പണ്ടുള്ള കാരണവന്മാരൊക്കെ നമുക്ക് ബാഡ് ബ്രീത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമ്പു യൂസ് ചെയ്യലുണ്ട്, ഗ്രാമ്പുവും പട്ടയൊക്കെ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ആ മൗത്ത് വാഷിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് പാൽക്കായം നമുക്ക് അങ്ങാടിക്കടയിലും ആയുർവേദ കടയിലും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പാൽക്കായം ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് ഏത് പല്ലിലാണോ വേദനയുള്ളത് ആ പല്ലും കൊണ്ട് ഈ പാൽക്കായം കടിച്ചു പിടിക്കാം. ഇതും ഒരു 5-6 മിനിറ്റും കൊണ്ട് നിങ്ങൾക്ക് പല്ലുവേദന കുറയാൻ വേണ്ടിയിട്ട് ഇതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് മോണയ്ക്കാണ് വേദന, മോണയ്ക്കാണ് പഴുപ്പ്, മോണയ്ക്ക് നീരൊക്കെ വന്നിട്ടുള്ളൊരു കണ്ടീഷനാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കുക. ഇഞ്ചി നീരിൻ്റെ കൂടെ തേൻ ചേർക്കുക. തേനിൽ ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഏത് മോണയ്ക്കാണോ ഈ സ്വെല്ലിങ്ങും പഴുപ്പും നീരും ഒക്കെ വേദനയൊക്കെ ഉള്ളത് അവിടെ കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇടവിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണേൻ്റെ ചെറിയ നീരൊക്കെ ആണെങ്കിൽ നീര് മാറിക്കിട്ടും, ചെറിയ പഴുപ്പൊക്കെ ആണെങ്കിൽ പഴുപ്പ് മാറിക്കിട്ടും, മോണവേദന കുറയാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ, ഇതിൻ്റെ കൂടെ രാവിലെ എണീറ്റപാട്, ചിലർക്ക് രാവിലെ എണീക്കുമ്പോഴായിരിക്കും പല്ലുവേദന കൂടുതലായിട്ട് ഉണ്ടാവുക, ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ പല്ലുവേദന ഉണ്ടാവില്ല, കുറച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും പല്ലുവേദന കൂടുക. അപ്പോൾ ഈ 2 സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പല്ലുവേദന എടുക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നീര് കുറയാൻ വേണ്ടിയിട്ടും പഴുപ്പ് കുറയാൻ വേണ്ടിയിട്ടും വേദന കുറയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഓയിൽ പുള്ളിങ്. നിങ്ങൾക്കിങ്ങനെ പല്ല് കേടൊക്കെ ഉണ്ട് എങ്കിൽ, ഇനി പല്ല് കേടില്ലെങ്കിലും ദിവസവും നമ്മൾ പല്ല് തേക്കുന്ന പോലെ തന്നെ ഒരു റുട്ടീനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഓയിൽ പുള്ളിങ്. ഓയിൽ പുള്ളിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് വീഡിയോ. ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ പുള്ളിങ്. നമ്മുടെ ബാഡ് ബ്രെത്ത്, അതായത് വായ മണക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും, പല്ലിന് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓറൽ ഹൈജീൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഓയിൽ പുള്ളിങ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പല്ലുവേദനയൊക്കെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മോണയ്ക്കൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ സാധാ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ എടുത്തിട്ട് വായിൽ ഒരു 5 മിനിറ്റ് കൊള്ളുകയാണെങ്കിൽ, നമുക്ക് കുലുക്ക് കൊഴിയുന്ന പോലെ കൊള്ളാം, ഇല്ലെങ്കിൽ വായിൽ വെച്ചുകൊണ്ടിരുന്നാലും മതി. എങ്ങനെയാണെങ്കിലും ഇത് വായിൽ കൊള്ളുകയാണെങ്കിൽ ഇറങ്ങിപ്പോവാണ്ട് നോക്കണം, ഉള്ളിലോട്ട് നമ്മൾ ഇറക്കരുത്.
പുറത്തോട്ട് തുപ്പിക്കളയാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം അത് വെള്ള ഫ്ലൂയിഡായിട്ട് വരും, അപ്പോൾ തുപ്പിക്കളയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വായ്മണം മാറാൻ വേണ്ടിയിട്ടും ബാഡ് ബ്രീത്ത് മാറാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ പല്ലുവേദന കുറയാൻ വേണ്ടിയിട്ടും മോണവേദന കുറയാൻ വേണ്ടിയിട്ടും പഴുപ്പ് കുറയാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി രാത്രി കിടക്കാൻ നേരത്താണ് നിങ്ങൾക്ക് പല്ലുവേദന കൂടുതലെങ്കിൽ ഈ ഓയിൽ പുള്ളിങ് രാത്രിയിൽ ചെയ്യുക. രാത്രിയിൽ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വേദന, രാത്രിയിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ സഹായിക്കും. നമുക്കറിയാം കോക്കനട്ട് ഓയിലിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായ നല്ല ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടും വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ വെളിച്ചെണ്ണ നിങ്ങളെ സഹായിക്കും. ഇത് മാത്രം പോരാ, നമ്മൾ പല്ലുവേദനയൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെയൊക്കെ കണ്ട് നമ്മൾ റൂട്ട് കനാലെല്ലാം ചെയ്ത് നമ്മളെല്ലാം ഓക്കെ ആയി എങ്കിലും നിങ്ങൾ പല്ലും നമ്മുടെ വായും ഹൈജീൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 2 നേരം പല്ല് തേക്കുക. അതുപോലെ തന്നെ നാക്ക് വടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടങ് ക്ലീനർ കിട്ടും. ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ടങ് നല്ല ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ടങ് ക്ലീൻ അല്ല എങ്കിൽ, നാവ് ക്ലീൻ അല്ല എങ്കിൽ നമുക്ക് ബാഡ് ബ്രീത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ടോൺസിൽസ് ഉള്ളവർ, ടോൺസിൽ സ്റ്റോണൊക്കെ ഉള്ളവർ അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതുമൂലം ബാഡ് ബ്രീത്ത് ഉണ്ടാവാം. വായിൽ ബാക്ടീരിയകൾ കുമിഞ്ഞുകൂടാം. നമുക്ക് ഈ പറഞ്ഞ പോലെ പല്ലുവേദനയും പല്ല് കേടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. കൂടാണ്ട് തന്നെ ഇനി മക്കൾക്കാണെങ്കിൽ, ചെറിയ മക്കളാണെങ്കിൽ, കൂടുതലായിട്ടും മധുരം കഴിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും 2 നേരം പല്ല് തേക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. രാത്രിയിൽ പല്ല് തേച്ചതിന് ശേഷം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാണ്ടിരിക്കുക, പ്രത്യേകിച്ചും മധുരമുള്ള സാധനങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. മക്കൾ മുട്ടായിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പല്ലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും അത് പിന്നെ പല്ല് കേടാവാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കൂടാണ്ട് തന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കൊടുക്കുക, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക്. അതാകുമ്പോൾ അവരുടെ പല്ലും വായും എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കൂടാണ്ട് തന്നെ അവരെ പറഞ്ഞ് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും വാ കഴുകണം എന്നുള്ളത്. ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും ചെറിയ മുട്ടായിയൊക്കെ കിട്ടി അവരത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് ശീലിപ്പിക്കുക, വാ കഴുകണം, നിർബന്ധമായിട്ടും വാ കഴുകണം എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുക. ചായയോ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാലും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും വാ കഴുകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ പുള്ളിങ് ദിവസവും ശീലമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലിലുണ്ടാവുന്ന മഞ്ഞക്കറകൾ, പ്രത്യേകിച്ച് നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന മഞ്ഞക്കറകൾ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പല്ല് നല്ല വൈറ്റനാക്കി വെക്കാൻ വേണ്ടിയിട്ട്, വെള്ള ടീത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബാഡ് ബ്രീത്ത് കുറയ്ക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൊത്തം ഓറൽ ഹൈജീനിന് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ് ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ ഹൈജീനൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇരിക്കണം എന്നുള്ളവർക്ക് ഓയിൽ പുള്ളിങ്ങും കൂടി ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല്ലുവേദനയും മോണവേദനയൊക്കെ മാറിക്കിട്ടും. അതുപോലെ മോണയിലൊക്കെ പഴുപ്പുണ്ടെങ്കിൽ കൈയും കൊണ്ട് കുത്തി പഴുപ്പ് എടുക്കാണ്ടിരിക്കുക. അത് വീണ്ടും വീണ്ടും നമ്മുടെ മോണനെ ഡാമേജ് ആക്കുകയുള്ളൂ. ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഒരു നൈറ്റൊക്കെയാണ് നിങ്ങൾക്ക് പല്ലുവേദന വരുന്നതെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ട്, അതായത് തിങ്കളാഴ്ച ആവുന്നവരെ അല്ലെങ്കിൽ രാവിലെ ആവുന്നവരെ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഹോം റെമഡീസാണ്, എളുപ്പവഴികളാണ്. ഒരിക്കലും അതൊരു പെർമനൻറ്റ് ക്യൂറായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്ക് ഹോമിയോയിലും പല്ലുവേദന അല്ലെങ്കിൽ മോണവേദന, മോണപ്പഴുപ്പ് അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും മരുന്ന് അവൈലബിൾ ആണ്. ഇനി ഡെൻറ്റിസ്റ്റിനെ കാണേണ്ട ഒരു കാര്യമാണ്, സർജറി ചെയ്യേണ്ട ഒരു കാര്യമാണ്, റൂട്ട് കനാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ട് തന്നെ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.